ഹലോ കുട്ടികളെ, 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ അൺചേഞ്ചിങ് റിലേഷൻസ് മാറാത്ത ബന്ധങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അടുത്ത സെക്ഷൻ അൺചേഞ്ചിങ് ഡിഫറൻസ്, മാറാത്ത വ്യത്യാസം. അപ്പോൾ ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഞാനിവിടെ 285 മൈനസ് 198 ഡിഫറൻസ് ആണ് കാണേണ്ടത്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ 285 നിന്ന് 198 മൈനസ് ചെയ്യുക. സാധാരണ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതി മൈനസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 87 എന്ന് വരും അല്ലേ. 87 മൈനസ് ചെയ്ത് നോക്കുക. 285 മൈനസ് 198 ചെയ്യുമ്പോൾ നമ്മൾ ബോറോ ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ. ഇവിടെ നിന്ന് ഒരു 1 എടുത്ത് 15 ആക്കി ബോറോ ചെയ്ത് ഇത് 7 ആവും. ഇവിടെ വീണ്ടും ബോറോ ചെയ്ത് 8, ഇവിടെ 1 ആവും അല്ലേ. അപ്പോൾ 87 ഇങ്ങനെ ബോറോ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇങ്ങനെ ബോറോ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റാം. എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞതിൽ നമ്മൾ പ്ലസ് ചെയ്തപ്പോഴും എളുപ്പത്തിൽ നമ്മൾ 0 ഉള്ള നമ്പറിനോടാണ് ആക്കിയത്. അതുപോലെ തന്നെ ഈ 198നെ 198നെ നമുക്ക് 200 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 2 ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 198നോട് കൂടി 2 ആഡ് ചെയ്തു. എത്രയാണ് അപ്പോൾ? 200. ഇവിടെ 2 ആഡ് ചെയ്താൽ അതേ മാറ്റം ഇതിനും വരുത്തുക. 285നോടൊപ്പം എന്ത് കൂട്ടുക? 2 കൂട്ടുക. ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 287. മാറ്റം വരുത്തിയത് എങ്ങനെയാണ്? 2 സംഖ്യകളോടും കൂടി നമ്മൾ 2 ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ 200 ഇതൊക്കെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ 285നോട് 2 കൂട്ടുമ്പോൾ 287 ആകുന്നു. മൈനസ് അതുപോലെ ഇടുക. 198നോട് 2 കൂട്ടുമ്പോൾ എത്രയാകുന്നത്? 200 ആകുന്നു. ഇനി നമുക്ക് എളുപ്പത്തിൽ മൈനസ് ചെയ്യാമല്ലോ. 287 നിന്ന് 200 മൈനസ് ചെയ്താൽ എത്രയാണ്? 87. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് മൈനസ് ചെയ്യാൻ തന്നിരുന്ന, നമുക്ക് ഡിഫറൻസ് കാണാൻ തന്നിരുന്ന 2 സംഖ്യകളോടും ഒരേ നമ്പർ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്തപ്പോൾ ആ ഒറിജിനൽ ഡിഫറൻസിന്, വ്യത്യാസത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. 600 മൈനസ് 358. അപ്പോൾ 600 മൈനസ് 358 ചെയ്യുമ്പോൾ നമുക്ക് ബോറോ ചെയ്ത്, ഇവിടെയും നമുക്ക് ബോറോ ചെയ്ത് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ബോറോ ചെയ്ത് ചെയ്യുമ്പോൾ 242 എന്ന് വരും. ബോറോ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ബോറോ ചെയ്ത് ചെയ്യാതിരിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള എളുപ്പമുള്ളൊരു നമ്പർ വരണം അല്ലേ. അപ്പോൾ ഈ 600നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ബോറോ ചെയ്യുമ്പോൾ 9 ആക്കിയല്ലേ ചെയ്യുന്നത്, 10. അപ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ 0കളെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. കാരണം താഴെയുള്ള നമ്പറുകൾ ഇവിടെ മുകളിലുള്ള നമ്പറിനേക്കാളും വലുതാണ് താഴെ കിടക്കുന്നത്. അപ്പോൾ മുകളിലുള്ളതിനെ വലുതാക്കാനാണ് നമ്മൾ ബോറോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിനേക്കാളും വലിയ നമ്പറാണ് ഇവിടെ വരുന്നതെങ്കിലോ എളുപ്പമാകത്തില്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുക? 2 നമ്പറിൽ നിന്നും ഒരേ നമ്പർ മൈനസ് ചെയ്യുക. ഇപ്പോൾ 600ൽ നിന്ന് ഞാൻ 1 മൈനസ് ചെയ്യുന്നു. 600ൽ നിന്ന് 1 മൈനസ് ചെയ്ത് എത്രയാണ്? 599 അല്ലേ. അപ്പോൾ 1 മൈനസ് ചെയ്തു, 599. അതുപോലെ ഇവിടെ മൈനസ് ചെയ്താൽ ഇവിടെയും മൈനസ് ചെയ്യുക. എത്രയാണ്? 357. 358ൽ നിന്നും 1 മൈനസ് ചെയ്താൽ എത്രയാണ്? 357. ഇനി ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമല്ലോ. 9ൽ നിന്ന് 7 പോയാൽ എത്രയാണ്? 2. 9ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 4. 5ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 2. കണ്ടോ? ഇവിടെ നമുക്ക് ബോറോ ചെയ്യേണ്ട ആവശ്യം വന്നോ? ഇല്ല അല്ലേ. കടം എടുക്കേണ്ട ആവശ്യം വന്നില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇത് റിസൾട്ടായിട്ട് പഠിച്ചു വയ്ക്കുക. ദ ഡിഫറൻസ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് ദ സെയിം ആസ് ദ ഡിഫറൻസ് ഓഫ് ദ 2 നമ്പേഴ്സ് ഗോട്ട് ബൈ ആഡിങ് ഓർ സബ്ട്രാക്റ്റിംഗ് ദ സെയിം നമ്പർ ടു ഈച്ച് ഓഫ് ദം. 2 സംഖ്യകളുടെ വ്യത്യാസവും ഓരോന്നിനോടും ഒരേ സംഖ്യ കൂട്ടിയതോ ഓരോന്നിൽ നിന്നും ഒരേ സംഖ്യ കുറച്ചതോ ആയ സംഖ്യകളുടെ വ്യത്യാസവും തുല്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഈ 2 സംഖ്യകളുടെയും ഡിഫറൻസ് കാണാൻ വേണ്ടി ഒരേ സംഖ്യ കൂട്ടി. വ്യത്യാസമുണ്ടായിരുന്നോ? ഇല്ല. ഇവിടുത്തെ ഡിഫറൻസ് കാണാൻ എന്താ ചെയ്തത്? 2 സംഖ്യകളോട് നമ്മൾ ഒരേ സംഖ്യ, അതായത് 1 കുറച്ചു. വ്യത്യാസമുണ്ടായിരുന്നോ? ഇല്ല. ആ കാര്യമാണ് ഇവിടെ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 118 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദീസ് ഡിഫറൻസസ് ഇൻ യുവർ ഹെഡ്. ചുവടെയുള്ള വ്യത്യാസങ്ങൾ മനക്കണക്കായി കണ്ടുപിടിക്കുക. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദീസ് ഡിഫറൻസസ് ഇൻ യുവർ ഹെഡ്. ചുവടെയുള്ള വ്യത്യാസങ്ങൾ മനക്കണക്കായി കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 453 മൈനസ് 196. 453 നിന്നും 196 മൈനസ് ചെയ്യുക. അപ്പോൾ ഈ 196നോട് അടുത്ത് കിടക്കുന്ന 0 ഉൾപ്പെട്ട ഒരു നമ്പർ ഉണ്ട്. എന്താ? 200 അല്ലേ. അപ്പോൾ ഇതിന് 200 ആക്കാൻ വേണ്ടി നമുക്ക് എത്ര ആഡ് ചെയ്യാം? 4 ആഡ് ചെയ്യണ്ടേ.
അപ്പോൾ 196 4 ആഡ് ചെയ്താൽ 483 എന്ത് ആഡ് ചെയ്യുക? 4 ആഡ് ചെയ്യുക. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കാണിക്കാം. 453 + 4 എത്രയാണ്? 457. അതുപോലെ 196 4 ആഡ് ചെയ്യുക. എത്രയാണ്? 200 ആവും. എളുപ്പത്തിലായി. 0 ഉള്ള നമ്പർ ആയില്ലേ? ഇനി നമുക്ക് ഇത് രണ്ടും മൈനസ് ചെയ്തതിന് പകരം നമുക്ക് എന്ത് മൈനസ് ചെയ്താൽ മതി? ഇപ്പോൾ ആഡ് ചെയ്ത് കിട്ടിയ നമ്പേഴ്സ് മൈനസ് ചെയ്താൽ പോരെ? 457 - 200. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. 7 - 0 എത്രയാണ്? 7. 5 - 0 എത്രയാണ്? 5. 4 - 2 എത്രയാണ്? 2. അപ്പോൾ 257. അതായത് 453 - 196ൻ്റെ ആൻസറും ഈ 457 - 200ൻ്റെ ആൻസറും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ആൻസർ എത്രയാണ്? 257. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ടിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. 388 - 189. അപ്പോൾ ഇവിടെ ബോറോ ചെയ്ത് കടമെടുത്ത് ചെയ്യേണ്ടി വരും. മുകളിൽ ചെറിയ നമ്പറും താഴെ വലിയ നമ്പറും. അപ്പോൾ നമുക്കിതിനെ എന്താക്കാം? 0 ആക്കാൻ നോക്കാം. ഇതിനോട് നമുക്ക് 11 ആഡ് ചെയ്താൽ ഇതെന്താവും? 200 ആവും അല്ലേ? 189 11 ആഡ് ചെയ്യുക, 11. അപ്പോൾ ഇതിനോട് ഈ നമ്പർ 388 നമുക്ക് എത്ര ആഡ് ചെയ്യണം? 11 ആഡ് ചെയ്യണം. അപ്പോൾ 388 + 11 എത്രയാണ്? 399. ഇനി ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. 189 + 11 എത്രയാവും? സോറി, ഇവിടെ ഞാൻ ഒരു 9 കൂടെ ആഡ് ചെയ്തു, സോറി. എത്രയാണ്? 200. ഇപ്പോൾ ഇനി 388 - 189 ചെയ്യുന്നതിന് പകരം ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. 399 - 200 മൈനസ് ചെയ്താൽ പോരെ? നോക്കൂ, നമുക്ക് സ്ഥാനം വെച്ച് തന്നെ പ്ലേസ് നോക്കി മൈനസ് ചെയ്യാം. 9 - 0 9. 9 - 0 9. 3 - 2 1. കണ്ടോ? എളുപ്പത്തിൽ കിട്ടിയല്ലോ. ഇനി അടുത്ത മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. 700 - 387. നോക്കൂ, ഇവിടെ നമുക്ക് 0 ആയി കിടക്കുന്നത് അല്ലേ? അപ്പോൾ 0 ആണ്. ഇവിടെ ബോറോ ചെയ്ത് കടമെടുത്ത് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ 0 ചെറിയ നമ്പറാണ്, ഇത് വലിയ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വലുതാക്കാൻ വേണ്ടി ഇത് നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് ചെയ്യാം അല്ലേ? 1 മൈനസ് ചെയ്താൽ ഇത് 699 ആവും. അപ്പോൾ മുകളിൽ വലിയ നമ്പർ വരുമല്ലോ. അപ്പോൾ 700-ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാവും? 699. 699. അതുപോലെ 387-ൽ നിന്നും 1 മൈനസ് ചെയ്യുക. എത്രയാണ്? 386. ഇനി രണ്ടും കൂടെ മൈനസ് ചെയ്യുക. 387 -387 ചെയ്യുന്നതിന് പകരം 699 - 386 മൈനസ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി 9-ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 3. 9-ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 1. 6-ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 3. കണ്ടോ? വളരെ എളുപ്പത്തിൽ കിട്ടി. അടുത്തത് നാലാമത്തെ പാർട്ടിൽ 1500 - 839. മുകളിൽ 0 ചെറുതാണ്, വലുതാക്കണം. നമുക്ക് രണ്ടിനും ഒരു 1 മൈനസ് ചെയ്യാം. 1500 - 1 എത്രയാണ്? 1499 അല്ലേ? അതുപോലെ 839 - 1 എത്രയാണ്? 838. ഓക്കെ, ഇനി നമുക്ക് മൈനസ് ചെയ്യാമല്ലോ. 1500 - 839 ചെയ്യുന്നതിന് പകരം 1499 - 838. 9-ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 1. 9-ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 6. പിന്നെ ഇവിടെ 14 ആണ്. ഇവിടെ 2 നമ്പർ, ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ. 14-ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ എത്രയാണ്? 6. 661. അടുത്തതായി നമുക്ക് മറ്റൊരു റിസൾട്ട് പഠിക്കാം. The difference of two even numbers is an even number. 2 ഇരട്ട സംഖ്യകളുടെ വ്യത്യാസവും ഇരട്ട സംഖ്യ തന്നെയാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 18 ഒരു ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ്. അതുപോലെ 12 ഒരു ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ്. മൈനസ് ചെയ്യും, നമുക്ക് 6 ആണ് കിട്ടുന്നത്. ഒരു ഇരട്ട സംഖ്യയാണ് കിട്ടുന്നത് അല്ലേ? ഈവൻ നമ്പറാണ്. 10 - 4 2 ഈവൻ നമ്പേഴ്സാണ്. 10ഉം 4ഉം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6 മറ്റൊരു ഈവൻ നമ്പറാണ് കിട്ടുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് ഇതിങ്ങനെ ആവുന്നതെന്ന് നോക്കാം. അപ്പോൾ 18 എന്ന് പറഞ്ഞാൽ ഒരു ഇരട്ട സംഖ്യ ആവുന്നത് എന്തുകൊണ്ടാണ്? അത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്, 2ൻ്റെ ഗുണിതമാണ് അല്ലേ? അപ്പോൾ 2 × 9 എന്ന് എഴുതാം. അതുപോലെ 12 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 6. അതുകൊണ്ടാണ് ഇത് ഈവൻ നമ്പർ ആയത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് ഒന്നെടുത്ത് നോക്കാം. 18 - 12 ദാറ്റ് ഈസ് 18 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 9. 2 × 9. ഈ 18-ന് പകരമാണ് ഞാൻ ഈ 2 × 9 ഇവിടെ എഴുതിയത്.
മൈനസ് ഈ മൈനസ് ഇതുപോലെ ഇട്ടു. ഇനി 12 പകരം നമുക്ക് എന്ത് എഴുതാം? 2 × 6 എന്ന് എഴുതാം. 2 × 6. ഓക്കെ, മൈനസ് കൊടുത്തു. 12 പകരം 2 × 6 എടുത്തു. ഇവിടെ നോക്കൂ, ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 2 ഉണ്ട്. ഒരു 2 ഉണ്ടല്ലേ, പൊതുവായ ഒരു 2 ഉണ്ട്. ആ 2നെ ഞാൻ ഈ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. ഇവിടെ നിന്നൊരു 2 എടുത്തു. 2 പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ആരാ ഉള്ളത്? 9 മൈനസ് ഈ 2നെയും കൂടി നമ്മളിവിടെ പുറത്തെടുത്ത് വെച്ചേക്കുന്നത്. ഇവിടെ നിന്നും 2 പോയി കഴിഞ്ഞാൽ ആരാ ഉള്ളത്? 9 അല്ലേ. അപ്പോൾ 2 × 9 - 6 എത്രയാണ്? 3. 2 × 3 എന്താ കിട്ടുന്നത്? 6 അല്ലേ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? നമുക്ക് ഇഫ് യു ടേക്ക് എനി അതർ ഈവൻ നമ്പർ ഇൻസ്റ്റെഡ് ഓഫ് 18 and 12, 18നും 12നും പകരം ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഡിഫറൻസ് നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. 2 × 2 എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് റിസൾട്ട് എന്താണ്? ദ ഡിഫറൻസ് ഓഫ് 2 ഈവൻ നമ്പേഴ്സ് ഈസ് ആൻ ഈവൻ നമ്പർ. അടുത്ത റിസൾട്ട് നോക്കാം. ദ ഡിഫറൻസ് ഓഫ് എനി 2 ഓഡ് നമ്പേഴ്സ് ഈസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ. 2 ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം ഒരു ഇരട്ട സംഖ്യയാണ്. 2 ഓഡ് നമ്പേഴ്സ് നോക്കാം. ടെക്സ്റ്റ് തന്നിട്ടുള്ള 2 നമ്പേഴ്സ് ആണേ. 325ഉം 137. 325 - 137. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഒറ്റ സംഖ്യ കിട്ടുന്നത്? ഒരു ഇരട്ട സംഖ്യ, ഒരു ഈവൻ നമ്പറിനോടൊപ്പം 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഓഡ് നമ്പർ കിട്ടുന്നത് അല്ലേ. അതായത് 324 എന്ന ഈവൻ നമ്പറിനോട് 1 ആഡ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 325 കിട്ടിയത് അല്ലേ. അതുപോലെ 137 എങ്ങനെ എഴുതണേ? 136 എന്ന് പറയുന്ന ഈവൻ നമ്പറിനോടൊപ്പം 1 ആഡ് ചെയ്തതാണ് എന്ത്? 137 അല്ലേ. 136 എന്ന ഇരട്ട സംഖ്യയോടൊപ്പം 1 കൂട്ടിയതാണ് 137 എന്ന് പറയുന്ന ഒറ്റ സംഖ്യ. അപ്പോൾ ഇങ്ങനെ രണ്ട് സംഖ്യകളിലും ഒരേ സംഖ്യ ആഡ് ചെയ്ത് എഴുതിയാലും നമുക്ക് ആ ഡിഫറൻസ് വ്യത്യാസമില്ലെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. അതായത് ഇത് വീണ്ടും എന്തായിട്ട് തന്നെ മാറി? 2 ഈവൻ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് മാറിയില്ലേ. അതായത് 2 ഓഡ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസിനെ, 2 ഒറ്റ സംഖ്യകളുടെ വ്യത്യാസത്തിനെ നമ്മൾ എന്താക്കി എടുത്തു? 2 ഇരട്ട സംഖ്യകളുടെ ഡിഫറൻസ് ആക്കി എടുത്തു. 2 ഈവൻ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കി എടുത്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 188. ഇത് നമുക്ക് ആൻസർ ഇവിടെ എഴുതാതെ തന്നെ നമ്മൾ തൊട്ട് മുമ്പത്തെ റിസൾട്ടിൽ പഠിച്ചല്ലോ. 2 ഈവൻ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കും? എന്തായിരിക്കും? ആൻ ഈവൻ നമ്പർ അല്ലേ. 2 ഇരട്ട സംഖ്യകളുടെ വ്യത്യാസം എന്ത് തന്നെയാണ്? ഈവൻ നമ്പർ. അപ്പോൾ ഇത് നമ്മൾ എന്താ തെളിയിച്ചത്? 2 ഓഡ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസിനെ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? 2 ഈവൻ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റും. 2 ഈവൻ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്ത് തന്നെയായിരിക്കും? ഈവൻ നമ്പർ തന്നെയായിരിക്കും. പേജ് നമ്പർ 119 ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദ ഡിഫറൻസ് ഓഫ് എനി 2 മൾട്ടിപ്പിൾസ് ഓഫ് 3 എഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 3 വൈ? 3ൻ്റെ 2 ഗുണിതങ്ങളുടെ വ്യത്യാസവും 3ൻ്റെ ഗുണിതം തന്നെയാണോ? എന്തുകൊണ്ട്? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരുന്നത്? ഈസ് ദ ഡിഫറൻസ് ഓഫ് എനി 2 മൾട്ടിപ്പിൾസ് ഓഫ് 3 എഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 3 വൈ? 3ൻ്റെ 2 ഗുണിതങ്ങളുടെ വ്യത്യാസവും 3ൻ്റെ ഗുണിതം തന്നെയാണോ? എന്തുകൊണ്ട്? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതേണ്ടി വരും? മൾട്ടിപ്പിൾസ് ഓഫ് 3 എഴുതേണ്ടി വരും അല്ലേ. മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 3യുടെ ടേബിൾ പഠിച്ച നമ്പേഴ്സ് അല്ലേ. 3, 6, 9, 12, 15 ഇതൊക്കെയാണ് നമ്മുടെ 3ൻ്റെ ഗുണിതങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലുമൊക്കെ 2 നമ്പേഴ്സിൻ്റെ ഈ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ ഡിഫറൻസ് നമുക്ക് എടുക്കാം. 6 - 3 എന്താ? 3 അല്ലേ. അടുത്ത 2 എണ്ണം എടുത്തേ. 9 - 6 എന്താ? 3 തന്നെയല്ലേ. അപ്പോൾ അവർ പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് കിട്ടുന്നുണ്ട്. ഈസ് ദ ഡിഫറൻസ് ഓഫ് എനി 2 മൾട്ടിപ്പിൾസ് ഓഫ് 3 എഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് 3ൻ്റെ 2 ഗുണിതങ്ങളുടെ വ്യത്യാസം 3ൻ്റെ ഗുണിതം തന്നെയായിട്ട് വരുന്നില്ലേ? അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ അടുത്തടുത്തുള്ളതാണ് നമ്മൾ എടുത്തത്. ഇനി കുറച്ച് ദൂരെയുള്ളതൊന്ന് എടുത്തു നോക്കേ. 15 - 6, 15 - 6 എത്രയാണ്? 9. അപ്പോഴും ഇതൊരു 3ൻ്റെ ടേബിളിൽ വരുന്ന നമ്പർ അല്ലേ? ആണ്. ഇനി എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് ഏതെങ്കിലും 2 എണ്ണം എടുത്ത് ചെക്ക് ചെയ്യാം. 6 - 3 എടുക്കാം നമുക്ക്. 6 - 3 = 3 ആണല്ലോ. 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 എന്ന് എഴുതാം. ഓക്കെ, ഇനി 3യെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 3 എന്ന് എഴുതാം.
ഓക്കെ, എഴുതിയല്ലോ. ഇനി ആ 6 - 3 ഇങ്ങനെ ഒന്ന് മൈനസ് ചെയ്താലോ. 6 - 3 = 6നെ എങ്ങനെ എഴുതുക? 2 × 3 മൈനസ് 3 എങ്ങനെ എഴുതാം? 1 × 3. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 3 ഉണ്ടല്ലോ. അപ്പോൾ 3 കോമൺ ആക്കി എടുത്തോ. 3 ഇങ്ങ് പുറത്തെടുത്തു. 3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 3 പോയാൽ എന്താ ഉള്ളത്? ഇവിടെ 2 മൈനസ് ഇവിടെ നിന്ന് 3 പോയാൽ എന്താ ഉള്ളത്? 1 അല്ലേ? അപ്പോൾ 3 × 2 - 1 എത്രയാണ്? 1. വീണ്ടും 3 × 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് തന്നെയല്ലേ കിട്ടിയത്? അതുകൊണ്ട് ഏതൊരു 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ 3ൻ്റെ ഗുണിതങ്ങളുടെ ഏതെങ്കിലും 2 ഗുണിതങ്ങളുടെ വ്യത്യാസം എടുത്താൽ അതിൻ്റെ ആൻസറും എന്ത് തന്നെ ആയിരിക്കും? 3ൻ്റെ ഗുണിതം തന്നെ ആയിരിക്കും. Second question, if two numbers leave remainder on division by 3, is their difference a multiple of 3? Why? If two numbers leave remainder 2 on division by 3, is their difference a multiple of 3? Why? 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഏതെങ്കിലും 2 സംഖ്യകളുടെയും വ്യത്യാസം 3ൻ്റെ ഗുണിതമാണോ? എന്തുകൊണ്ട്? 3 കൊണ്ട് ഹരിച്ചാൽ 2 മിച്ചം വരുന്ന ഏതെങ്കിലും 2 സംഖ്യകളുടെയും വ്യത്യാസം 3 ഗുണിതമാണോ? എന്തുകൊണ്ട്? രണ്ടാമത്തെ ചോദ്യത്തിന് 2 പാർട്ട് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ പാർട്ടിൽ എന്താ പറഞ്ഞിരുന്നത്? ഇഫ് 2 നമ്പേഴ്സ് ലീവ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഏതെങ്കിലും 2 സംഖ്യകളുടെ വ്യത്യാസം എന്താവോ? ഇസ് ദർ ഡിഫറൻസ് എ മൾട്ടിപ്പിൾ ഓഫ് 3? വീണ്ടും 3ൻ്റെ ഗുണിതമാണോ? എന്തുകൊണ്ട്? മനസ്സിലായോ? അതായത് നമ്മൾ കുറച്ച് നമ്പേഴ്സ് എഴുതിയാൽ അതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ, അതിൻ്റെ ശിഷ്ടം, മിച്ചം എന്നൊക്കെ പറയില്ലേ, അത് 1 വരുന്നതെങ്കിൽ 1 വരുന്ന സംഖ്യകൾ എഴുതുക. എന്നിട്ട് അവയുടെ ഡിഫറൻസ് എടുക്കുക. അപ്പം നമുക്ക് ആദ്യം അങ്ങനെയുള്ള നമ്പേഴ്സ് എഴുതാം അല്ലേ. നമ്പേഴ്സ് ദാറ്റ് ഗീവ് എ റിമൈൻഡർ ഓഫ് 1 when divided by 3. 3 അതായത് 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകൾ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എത്ര മിച്ചം വരുന്നതെന്ന് പറഞ്ഞ് 1 അല്ലേ മിച്ചം വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ 1 കൊണ്ട് തന്നെ എളുപ്പമാണ് കണ്ടുപിടിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്പേഴ്സ് ദാറ്റ് ഗീവ് എ റിമൈൻഡർ ഓഫ് 1, നമുക്ക് എത്ര ശിഷ്ടം വരേണ്ടത്? 1 വരേണ്ടത് അല്ലേ. എത്ര കൊണ്ട് ഹരിക്കുമ്പോഴാണ്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ. നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ ആ റിമൈൻഡർ എത്രയാണ്? 1 അല്ലേ, അത് ആദ്യം അങ്ങ് എഴുതി വയ്ക്കുക. പിന്നെ 3 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്, ആ 3 ഇങ്ങനെ എന്ത് ചെയ്ത് കൊടുക്കുക? ആഡ് ചെയ്ത് കൊടുക്കുക, കൂട്ടി കൊടുക്കുക. 1നോട് 3 കൂട്ടി എത്രയാണ്? 4. 4നോട് 3 കൂട്ടി എത്രയാണ്? 7. 7 3 എത്രയാണ്? 10. ഇങ്ങനെ എഴുതുക. മനസ്സിലായോ? അപ്പോൾ റിമൈൻഡർ തന്നിരിക്കുന്ന ഏതാണോ അത് ആദ്യം എഴുതുക. പിന്നെ ഏതുകൊണ്ടാണോ ഹരിക്കാൻ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് ആഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഞാനൊരു 4 എടുക്കുകയാണ്. 4നെ 3 വെച്ച് ഡിവൈഡ് ചെയ്തേ. റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? 1 അല്ലേ. 10 എടുക്കുന്നു. 10നെ 3 വെച്ച് ഡിവൈഡ് ചെയ്തേ. റിമൈൻഡർ എത്ര കിട്ടി? 1 അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഈ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ആ നമ്പേഴ്സ് അല്ല എഴുതേണ്ടത്. ഈ നമ്പറുകളുടെ വ്യത്യാസം, ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദ്യം. നമുക്ക് 2 അടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 - 1 എത്രയാ? 3. 3യുടെ മൾട്ടിപ്പിൾ അല്ലേ, 3ൻ്റെ ഗുണിതം അല്ലേ. 10 - 7 3. 3യുടെ മൾട്ടിപ്പിൾ അല്ലേ, 3ൻ്റെ ഗുണിതം അല്ലേ. ഇപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ പറയാം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ y എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ അങ്ങനെ എഴുതുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഇവയിൽ ഏത് 2 സംഖ്യകളുടെ വ്യത്യാസവും 3ൻ്റെ ഗുണിതമാണ്. ബിക്കോസ് ഈച്ച് നമ്പർ ലീവ്സ് എ റിമൈൻഡർ ഓഫ് 1 വെൻ ഡിവൈഡഡ് ബൈ 3. എന്തുകൊണ്ടെന്നാൽ ഓരോ സംഖ്യയെയും 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1 അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിച്ചിരുന്നത്? ഇഫ് 2 നമ്പേഴ്സ് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിച്ചാൽ 2 മിച്ചം വരുന്ന ഏതെങ്കിലും 2 സംഖ്യകളുടെ വ്യത്യാസം എ മൾട്ടിപ്പിൾ ഓഫ് 3. 3ൻ്റെ ഗുണിതമാണോ? y. എന്തുകൊണ്ട്? അപ്പം നമ്മൾ നേരത്തെ 1 വെച്ച് ചെയ്തതുപോലെ ഇനി 2 വെച്ച് എഴുതാം. 2 റിമൈൻഡർ കിട്ടുന്ന, 2 ശിഷ്ടം കിട്ടുന്ന, മിച്ചം വരുന്ന സംഖ്യകൾ എഴുതാം. എങ്ങനെയാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? Numbers that give a remainder of 2 when divided by 3.
അല്ലേ? 3 കൊണ്ട് ഹരിച്ചാൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ. 3 കൊണ്ട് ഹരിച്ചാൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ. എങ്ങനെ എഴുതുന്നത്? 2 അല്ലേ ശിഷ്ടം വരുന്നത്, അപ്പോൾ 2 ആദ്യം എഴുതുക. പിന്നെ 3 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, 3 കൂട്ടി എഴുതുക. 5, 3 8 8, 3 കൂട്ടിയാൽ 11. കണ്ടോ? 2 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് 3 വീതം കൂട്ടി എഴുതുക. ഇതിനെല്ലാം നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് റിമൈൻഡർ എത്രയാണ് വരുന്നത്, ശിഷ്ടം എത്രയാണ് വരുന്നത്? 2 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഏതെങ്കിലും 2 സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കാം. 5 - 2 3 തന്നെയാണ്. 8 - 5 3. 3യുടെ ടേബിളിൽ വരുന്നതാണ്. ദൂരെയുള്ള നമ്പേഴ്സ് എടുത്താലും അങ്ങനെ. 11ഉം 5ഉം കൂടി എടുത്ത് നോക്കൂ. 6 അല്ലേ കിട്ടിയത്? എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഇവയിൽ ഏതെങ്കിലും 2 സംഖ്യകളുടെ വ്യത്യാസം 3 ആയിരിക്കും. ബിക്കോസ് ഈച്ച് നമ്പർ ലീവ്സ് എ റിമൈൻഡർ ഓഫ് 2 വെൻ ഡിവൈഡഡ് ബൈ 3. കാരണം എന്താ? ഇവയുടെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താ? ഇവയെല്ലാം 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 2 ആണ്. അപ്പോൾ ഒരേ റിമൈൻഡർ വരുന്ന, ഒരേ ശിഷ്ടം വരുന്ന സംഖ്യകളുടെ വ്യത്യാസം എടുത്താൽ എന്തിൻ്റെ മൾട്ടിപ്പിൾ തന്നെയായിരിക്കും? 3ൻ്റെ മൾട്ടിപ്പിൾ തന്നെയായിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഓൾ തിങ്സ് ക്യാൻ വി സേ ഇഫ് വി ടേക്ക് 4 ഇൻസ്റ്റെഡ് ഓഫ് 3 ഇൻ ദ ലാസ്റ്റ് പ്രോബ്ലം? കഴിഞ്ഞ കണക്കിൽ 3 പകരം 4 എടുത്താൽ അതുപോലെ എന്തെല്ലാം പറയാം? മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരുന്നത്? വാട്ട് ഓൾ തിങ്സ് ക്യാൻ വി സേ ഇഫ് വി ടേക്ക് 4 ഇൻസ്റ്റെഡ് ഓഫ് 3 ഇൻ ദ ലാസ്റ്റ് പ്രോബ്ലം? കഴിഞ്ഞ കണക്കിൽ 3 പകരം 4 എടുത്താൽ അതുപോലെ എന്തെല്ലാം പറയാം? അപ്പോൾ നമ്മൾ നേരത്തെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ 3ന് പകരം നമുക്ക് എന്തെടുക്കാം? 4 എടുക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന സംഖ്യകൾ എങ്ങനെ എഴുതാം? പഠിച്ചതാണേ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ശിഷ്ടം വരുന്ന സംഖ്യകൾ എങ്ങനെ എഴുതാം? ശിഷ്ടം വരുന്ന ഏതാണ്? 1 ആണ് അല്ലേ? എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 4 കൊണ്ട്. അപ്പോൾ ആദ്യം ആ ശിഷ്ടം തന്നെ മിച്ചം റിമൈൻഡർ എഴുതുക. പിന്നെ 4 കൊണ്ട് ആഡ് ചെയ്ത് എഴുതുക അല്ലേ? 1 + 4 എത്രയാണ്? 5. 5 + 4 9. 9 + 4 എത്രയാണ്? 13 എക്സെട്ര. ഡിഫറൻസ് എടുത്ത് നോക്കാം. 9 - 5 4 ആണ്. 13 - 9 4 ആണ്. 4 അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾ, 4 അല്ലെങ്കിൽ 4ൻ്റെ ഗുണിതം അല്ലേ? 13 - 5 എടുക്കുക. 8 ആണ്. 4ൻ്റെ ടേബിളിലുള്ളതാണ് അല്ലേ? 4ൻ്റെ ഗുണിതമാണ്. ഓക്കെ, ഇപ്പോഴും എങ്ങനെയാണ് കിട്ടിയത്? 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് തന്നെയല്ലേ കിട്ടിയത്? കാരണം എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ബിക്കോസ് ഈച്ച് നമ്പർ ലീവ്സ് എ റിമൈൻഡർ ഓഫ് 1 വെൻ ഡിവൈഡഡ് ബൈ 4. ഇവയിൽ ഏതെങ്കിലും 2 സംഖ്യകളുടെ വ്യത്യാസം 4ൻ്റെ ഗുണിതമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം 1 ആണ്. അടുത്തതായി 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2 മിച്ചം വരുന്ന, 2 റിമൈൻഡർ വരുന്ന സംഖ്യകൾ നമുക്ക് എഴുതാം. ആദ്യം 2 എഴുതുക. പിന്നെ 2നോടൊപ്പം 4 ആഡ് ചെയ്ത് എഴുതുക. 6 6 4 10, 10 4 14. എങ്ങനെ പോകും? ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 10 - 6 4 ആണ്. അതായത് 4ൻ്റെ ടേബിളിൽ വരുന്ന നമ്പറാണ്. 4ൻ്റെ ഗുണിതമാണ്. 4ൻ്റെ മൾട്ടിപ്പിളാണ്. 14 - 10 എത്ര തന്നെയാണ്? 4 ആണ്. 4ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ? 4ൻ്റെ ഗുണിതമാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് തന്നെയാണ് റീസൺ എഴുതേണ്ടത്? അപ്പോൾ ഇവയിൽ ഏത് 2 സംഖ്യകളുടെ ഡിഫറൻസ് എടുത്താലും 4ൻ്റെ മൾട്ടിപ്പിളായിട്ടാണ് കിട്ടുന്നത്. കാരണം എന്താണ്? ഇവയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 2 ആണ്. അപ്പോൾ അത് നിങ്ങൾ എഴുതുക. അപ്പോൾ റീസൺ എന്തെഴുതും? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇവയിൽ ഏത് 2 സംഖ്യകളുടെയും വ്യത്യാസം 4ൻ്റെ ഗുണിതമാണ്. ബിക്കോസ് ഈച്ച് നമ്പർ ലീവ്സ് എ റിമൈൻഡർ ഓഫ് 2 വെൻ ഡിവൈഡഡ് ബൈ 4. എന്തുകൊണ്ടെന്നാൽ ഈ സംഖ്യകളെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചം 2 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് 2 numbers leave the same remainder on division by a number, what is the relation between the difference of these numbers and the dividing number? 2 സംഖ്യകളെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ ഈ 2 സംഖ്യകളുടെ വ്യത്യാസവും ഹരിച്ച സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് 2 numbers leave the same remainder on division by a number, 2 സംഖ്യകളെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഡിഫറൻസ് ഓഫ് ദീസ് നമ്പേഴ്സ് ആൻഡ് ദ ഡിവൈഡിങ് നമ്പർ? ഈ 2 സംഖ്യകളുടെ വ്യത്യാസവും ഹരിച്ച സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് തന്നെയാണ് നമ്മൾ തൊട്ട് മുമ്പിലുള്ള 2 ക്വസ്റ്റ്യനിലും ചെയ്തത്. ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ടേക്ക് 2 നമ്പേഴ്സ് എടുക്കുകയാണ്. ഗിവ് എ റിമൈൻഡർ ഓഫ് 1 വെൻ ഡിവൈഡഡ് ബൈ 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന 2 നമ്പേഴ്സ് എടുക്കാം. നമുക്ക് ഏതൊക്കെ സംഖ്യകൾ എടുക്കാം? ഒരു
4ഉം 7ഉം. 4നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1ആണ്. 7നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1ആണ്. രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. എന്ത് തന്നെ കിട്ടി? 3 തന്നെ കിട്ടി അല്ലേ? അതായത് ഇത് എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? ഈ 3 എന്ന് പറയുന്നത് എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 3യുടെ തന്നെ എന്താണ്? മൾട്ടിപ്പിളാണ് അല്ലേ? അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന 1 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ വ്യത്യാസം എടുത്താൽ ആ 3 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? 3യുടെ എന്ത് തന്നെയായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? അതാണ് അവ തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമുക്ക് റിലേഷൻ എങ്ങനെ എഴുതാം? ഇഫ് 2 numbers give the same remainder when divided by a certain number, രണ്ട് സംഖ്യകളെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ then the difference between the two numbers will be a multiple of the dividing number. ഈ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം ഹരിച്ച സംഖ്യയുടെ ഗുണിതമായിരിക്കും. ഇവിടെ നോക്കൂ, 4, 7. ഇവിടെ പ്രത്യേകത 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന, അതായത് സെയിം റിമൈൻഡർ വരുന്ന നമ്പേഴ്സാണ്. അവയുടെ വ്യത്യാസം, അവയുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടെ ഹരിക്കാൻ ഉപയോഗിച്ച, ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച സംഖ്യ ഏതാണ്? 3ആണ്. അതിൻ്റെ മൾട്ടിപ്പിൾ തന്നെയായിരിക്കും. ഏതൊരു സംഖ്യ എടുത്ത് ചെയ്താലും ഇത് തന്നെയായിരിക്കും പ്രത്യേകത.